നമസ്കാരം. പെൻഡ ഡെയിലി മാർക്കറ്റ് സമ്മറി റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് വിപണിയെ സംബന്ധിച്ച് ഒരു കറുത്ത വെള്ളിയാഴ്ച തന്നെയായിരുന്നു. കാരണം നിഫ്റ്റിയും സെൻസെക്സും 1% ഡൗൺ ആയിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 733 പോയിന്റിന്റെ നഷ്ടത്തോടു കൂടി 80,424 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി 236 പോയിന്റിന്റെ നഷ്ടം രേഖപ്പെടുത്തി 24,654 എന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ പറയുന്ന സപ്പോർട്ട് ലെവൽസുകളെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് നിഫ്റ്റി നല്ലൊരു ക്രാഷിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ആഴ്ച ഇൻഡെക്സിന് നഷ്ടപ്പെട്ടത് 2.6% ആണ്. ഇന്ന് പൊതുവെ എല്ലാ സെക്ടറിലും തന്നെ ഒരു സെല്ലിംഗ് പ്രഷർ ആയിരുന്നു. എസ്പെഷ്യലി ഫാർമ സ്റ്റോക്കുകളിൽ കനത്ത നഷ്ടം തന്നെയാണ് നേരിട്ടത്. ഫാർമ ഏകദേശം 2% ക്രാഷ് ചെയ്തു. ഇൻഡിവിജ്വൽ ഫാർമ സ്റ്റോക്കുകളാണ് കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയത്. ലോറസ് ഫാർമ 7% നഷ്ടം രേഖപ്പെടുത്തി. ബയോകോൺ 4%, സൈഡസ് ലൈഫ് 4%. ഇങ്ങനെ ഇത്തരം സ്റ്റോക്കുകളാണ്, ഫാർമ സ്റ്റോക്കുകളാണ് കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയത്. സൺഫാർമ ഉൾപ്പെടെയുള്ള മേജർ ഫാർമ സ്റ്റോക്കുകളെല്ലാം തന്നെ 2% നഷ്ടത്തിൽ തന്നെയാണ് അവസാനിച്ചത്. പ്രധാനപ്പെട്ട കാരണം ട്രംപ് US-ലേക്ക് പുതിയ ഫാർമ സെക്ടറിലേക്ക് പുതിയ താരിഫുകൾ കൊണ്ടുവന്നതാണ്. അതായത് ബ്രാൻഡഡ് ആയിട്ടുള്ള മെഡിസിൻസിന് 100% ടാക്സ് അവിടെ രേഖപ്പെടുത്തുന്നു അല്ലെങ്കിൽ ചുമത്തുന്നു. പ്രൊഡക്ഷൻ ഫെസിലിറ്റി US-ൽ തന്നെയാണെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കാം എന്ന കണ്ടീഷൻ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരത്തിൽ ഒരു അനൗൺസ്മെന്റ് വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ കോൺട്രിബ്യൂഷൻസ് ഏറ്റവും കൂടുതലുള്ള US ഫാർമ സെക്ടറിൽ ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചിട്ട് ഭീകരമായ നഷ്ടം തന്നെയാണ് വരാനിരിക്കുന്നത്. മറ്റൊരു കാരണം FIS-ന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന കണ്ടിന്യൂസ് സെല്ലിംഗ് തന്നെയാണ്. ഈ മാസം ഏകദേശം 13,550 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് FIS-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. മറ്റ് വാർത്തകളെല്ലാം തന്നെ നെഗറ്റീവായിട്ട് തന്നെ നിലനിൽക്കുന്നു. US-ൽ നിന്നുള്ള കഴിഞ്ഞ ദിവസത്തെ ഫെഡ് ചെയർമാൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചുള്ള ആശങ്കയും അതോടൊപ്പം തന്നെ ലേബർ മാർക്കറ്റിനെ കുറിച്ചുള്ള ആശങ്കകളും അമേരിക്കൻ സ്റ്റോക്കുകൾ ഓവർ വാല്യൂഷനിലാണ് എന്ന അദ്ദേഹത്തിൻ്റെ കമൻറ്റുകളെല്ലാം തന്നെ ഇൻഡെക്സിനെ ലോക വിപണിയായ തന്നെ മൊത്തത്തിലൊരു ഇൻഡെക്സുകൾക്കെല്ലാം തന്നെ ഒരു നഷ്ടം രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഇന്ന് രൂപയുടെ മൂല്യം വീണ്ടും തകർച്ചയിലേക്ക് വരുന്നു. RBI പുതിയ ഡോളർ പർച്ചേസ് നിർത്തിവെക്കുന്നു എന്നൊരു വാർത്തയും കൂടിയാണ് ഇന്ന് RBIയുടെ ബുള്ളറ്റിനിൽ പറയുന്നത്. ഇത്തരത്തിലുള്ള ആശങ്കകൾ മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് BSEയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 7 ലക്ഷം കോടി ഇന്ന് നഷ്ടപ്പെടുത്തി. അതായത് നിക്ഷേപകർക്ക് 7 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഇന്നത്തെ മാർക്കറ്റുകൾ മാത്രം ഉണ്ടായിരിക്കുന്നത്. മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എല്ലാ ഇൻഡെക്സുകളും തന്നെ നഷ്ടത്തിൽ തന്നെ അവസാനിച്ചു. കണ്ടിന്യൂഷൻ, ഈ ഒരു ട്രെൻഡിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ തന്നെയാണ് നിക്ഷേപകർ എല്ലാം നിൽക്കുന്നത്. തീർച്ചയായിട്ടും ടെക്നിക്കൽ ലെവൽസുകളെല്ലാം തന്നെ മാർക്കറ്റിന് പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നത്. നിഫ്റ്റിയിലൊരു പോസിറ്റീവ് സെന്റിമെന്റ്സ് 25,125 എന്ന ഒരു ട്രിഗറിന് മുകളിലായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രിഗർ മെയിൻറ്റെയിൻ ചെയ്യാതെ തന്നെ മാർക്കറ്റ് സെല്ലിംഗിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഇനി മേജർ സപ്പോർട്ടുകൾ മാർക്കറ്റിൽ എത്രത്തോളം ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയുടെ 50 EMA ലെവൽസ് ഒക്കെ തന്നെയാണ് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വന്നിരിക്കുന്നത്. ഇനി 24,440 എന്ന ലെവലിലേക്കാണ് മാർക്കറ്റിന് ഒരു സപ്പോർട്ട് സോൺ കാണുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു സപ്പോർട്ട് സോണിൽ നിന്ന് നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് പ്രതീക്ഷിക്കാം. എവർക്കും നല്ലൊരു വീക്കിലി ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.